നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം 2025 ഏപ്രിൽ മാസം 21 തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി എല്ലാ ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള രീതിയിൽ പറഞ്ഞാൽ 1200 ആണ്ട് മേടമാസം 8 തീയതിയാണ് തിങ്കളാഴ്ച ദിവസം. ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം 1 തീയതിയാണ് തിങ്കളാഴ്ച ദിവസം. തിങ്കളാഴ്ച ദിവസത്തെ സൂര്യോദയ സമയം രാവിലെ 6:14, അസ്തമയ സമയം വൈകുന്നേരം 6:28. തിഥി അഷ്ടമി തിഥിയാണ്. അഷ്ടമി തിഥി വൈകുന്നേരം 6:54 വരെ ഉണ്ടായിരിക്കും. ഉദയാൽപരം നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രം തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:39 വരെ ഉണ്ടായിരിക്കും. പിന്നീട് തിരുവോണം നക്ഷത്രമാണ് ആരംഭിക്കുക. തിരുവോണം നക്ഷത്രം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:39 ആരംഭിച്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:45 വരെയുള്ള സമയത്ത് അവസാനിക്കുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇവിടെ 2 നക്ഷത്രമാണ് വന്നു ചേരുക. ഉത്രാടം നക്ഷത്രം ആരംഭിക്കുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 11:50. ഉത്രാടം നക്ഷത്രം ആരംഭിക്കുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 11:50. അവസാനിക്കുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:39. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രാട നക്ഷത്ര ജാതകരാണ്. ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പാദം ധാനുക്കൂറിലും പിന്നീടുള്ള 3 പാദങ്ങൾ മകരക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അത് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ. അപ്പോൾ ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പാദ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 5:50 വരെയുള്ള സമയമാണ്. അതായത് ഞായറാഴ്ച വൈകുന്നേരം 5:50 വരെയുള്ള സമയമാണ് ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം, ഒന്നാമത്തെ പാദം. അപ്പോൾ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ഒരു പാദം ഞായറാഴ്ച വൈകുന്നേരം 5:50 കൊണ്ട് അവസാനിക്കും. പിന്നീട് ഉള്ള 3 പാദങ്ങൾ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ നക്ഷത്രമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ആ ഉത്രാടം മുക്കാൽ നക്ഷത്രം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:39 അവസാനിക്കുന്നത്. പിന്നീട് തിരുവോണ നക്ഷത്രം ആരംഭിക്കുന്നു. തിരുവോണ നക്ഷത്രം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:45 വരെ ഉണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:39 മുതൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:45 വരെ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തിരുവോണ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും പറയുന്ന കാര്യം, തിങ്കളാഴ്ച ദിവസം സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകിരണങ്ങളുമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചു വരുമ്പോൾ 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന നക്ഷത്രം ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:39 വരെ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് അനുകൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് പറഞ്ഞുതരാം. ഉത്രാടം, ഭരണി, കാർത്തിക, തൃക്കേട്ട, വിശാഖം, ഉത്രം, അത്തം, പൂരാടം ഇത്രയും നാളുകാർ ജീവിതത്തിൽ അനുകൂലമായ സ്വാധീനം ചെലുത്തുന്നു ഈ ഉത്രാട നക്ഷത്രം. ഉത്രാട നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:39 വരെ വന്നു ചേരുന്ന നാളുകാർ ഭരണി, കാർത്തിക, തൃക്കേട്ട, വിശാഖം, ഉത്രം, അത്തം, പൂരാടം എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:39 വരെ പ്രതികൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന നാളുകാർ മകയിരം, തിരുവാതിര, മൂലം, അനിഴം, ചോതി എന്നീ നാളുകാരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കുമെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:39 മുതൽ തിരുവോണ നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:45 വരെയുള്ള സമയത്ത് വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. തിരുവോണ നക്ഷത്രപ്രകാരം കാർത്തിക, രോഹിണി, അനിഴം, മൂലം, അത്തം, ചിത്ര, ഉത്രാടം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അല്ലെങ്കിൽ സമയമാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:39 മുതൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:45 വരെയുള്ള സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ മകയിരം, മിഥുനക്കുറിൽപ്പെട്ട മകയിരം 2 പാദം, തിരുവാതിര, പൂരാടം, തൃക്കേട്ട, പുണർത, മുക്കാൽ എന്നീ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം എന്ന് ജ്യോതിഷം പറയുന്നു. എപ്പോഴും മുതലാണ് സൂക്ഷിക്കേണ്ടത്? തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:39 മുതൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:45 വരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ഈ നാളുകാർ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ നാളുകാരാണ്? മകയിരം, മിഥുനക്കുറിൽപ്പെട്ട മകയിരം 2 പാദം, തിരുവാതിര, പുണർത, മുക്കാൽ, പൂരാടം, തൃക്കേട്ട എന്നീ നാളുകാർ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലമായ അനുഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം എടുത്തു പറയുന്നു. ഇനിയും തിങ്കളാഴ്ച ദിവസം 2 നക്ഷത്രം ഉണ്ടായിക്കോട്ടെ, പക്ഷെങ്കിൽ ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം.
തിങ്കളാഴ്ച ദിവസം നക്ഷത്രമൊന്നും നോക്കണ്ട, ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉത്രാടം നക്ഷത്രം അനുകൂലമായവർ ഉത്രാടം നക്ഷത്ര സമയം നോക്കി ചെയ്യുക. അതായത് ഉച്ചയ്ക്ക് 12:39 വരെ ഉത്രാട നക്ഷത്രമുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:24 വരെയുള്ള ശുഭ സമയങ്ങളിൽ ഉത്രാട നക്ഷത്രം അനുകൂലമായവർ ചെയ്യുക. പിന്നീട് തിരുവോണം നക്ഷത്രപ്രകാരം തിരുവോണം നക്ഷത്രം അനുകൂലമായവർ 12:24 കഴിഞ്ഞുള്ള ശുഭസമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശുഭസമയം പറഞ്ഞുതരാം. തിങ്കളാഴ്ച ദിവസം രാവിലെ 6:14 മുതൽ 7:44 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:44 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. അപ്പോൾ ഉത്രാടം നക്ഷത്രം ഈ സമയത്തുണ്ട്. ഉത്രാട നക്ഷത്രം അനുകൂലമായവർ ഈ സമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നീട് ഉച്ച കഴിഞ്ഞ് 3:14 വരെയും നല്ല സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. 12:39 അല്ലെങ്കിൽ 12:24 കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് 3:14 വരെയുള്ള സമയവും ശുഭസമയമാണ്. അവിടെ 12:39 കഴിഞ്ഞാൽ തിരുവോണം നക്ഷത്രമാണ് വന്നു ചേരുക. അപ്പോൾ തിരുവോണം നക്ഷത്രപ്രകാരം അനുകൂലമായിട്ടുള്ളവർ 12:39 മുതൽ ഉച്ച കഴിഞ്ഞ് 3:14 വരെയുള്ള സമയം നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ജ്യോതിഷത്തിൻ്റെ ഒരു ഉപവിഭാഗമാണ്. സംഖ്യാജ്യോതിഷം പറയുന്നത് ഇംഗ്ലീഷ് മാസത്തീയതി വെച്ചാണ്. തീയതി 21 ഒറ്റസംഖ്യയാക്കുമ്പോൾ 3 ഏതൊരു മാസത്തെ 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. കൂടുതൽ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ വേണ്ടി നിറങ്ങളെ ആശ്രയിക്കുക. നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളെ ആശ്രയിക്കുക. അങ്ങനെ നിറങ്ങളെ ആശ്രയിച്ച് നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ CGLS എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്കൃഷ്ടമായ നല്ല ഉത്തമമായ അനുഭവങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഇനിയും ഈ അധ്യായത്തിൽ പറയുന്നത് തിങ്കളാഴ്ച ദിവസം ധനപരമായ നേട്ടം എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ദിവസം 2 നക്ഷത്രമുണ്ട്. ഉച്ചയ്ക്ക് 12:39 വരെ ഉത്രാട നക്ഷത്രമുണ്ട്. ഉത്രാട നക്ഷത്രപ്രകാരം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് ആദ്യം പറഞ്ഞുതരാം. പൂരാടം, രേവതി, ചതയം, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, കേട്ട, ഉത്രാടം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:39 വരെ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. ധനപരമായ കൊടുത്തുവാങ്ങൽ അനുകൂലമായ ദിവസമാണ്. കടം വാങ്ങിച്ചാലും കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒട്ടേറെ ഗുണങ്ങൾ ഈ നക്ഷത്രത്തിൻ്റെ പൊരുത്തം വെച്ച് ഉത്രാട നക്ഷത്രത്തിൻ്റെ പൊരുത്തം വെച്ച് പൂരാടം, രേവതി, ചതയം, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം, ചോതി, കേട്ട ഉത്രാട നക്ഷത്ര ജാതകർക്കും അനുഭവത്തിൽ വന്നു ചേരുന്നതാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:39 മുതൽ തിരുവോണം നക്ഷത്രമാണ് ആരംഭിക്കുക. തിരുവോണ നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ധനപരമായ നേട്ടം ഉണ്ടാകുന്നതെന്നുള്ളത് പറഞ്ഞുതരാം. ഉത്രാടം, അശ്വതി, പൂരുട്ടാതി, പുണർദം, രോഹിണി, മകം, അത്തം, വിശാഖം, മൂലം, തിരുവോണം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 12:39 മുതൽ ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ധനപരമായിട്ടുള്ള കൊടുത്തുവാങ്ങലിനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായ നേട്ടം അല്ലെങ്കിൽ ഈ തിരുവോണ നക്ഷത്രത്തിൻ്റെ പൊരുത്തം കൊണ്ട് ഈ നാളുകാരുടെ ജീവിതത്തിൽ ഏതൊക്കെ നാളുകാരാണ്? ഉത്രാടം, അശ്വതി, പൂരുട്ടാതി, പുണർദം, രോഹിണി, മകം, അത്തം, വിശാഖം, മൂലം, തിരുവോണം എന്നീ നാളുകാരിൽ ധനപരമായ നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും തിങ്കളാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞുതരാം. ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരൻ 2 പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദം, തിരുവാതിര, പുണർദം, മുക്കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദം, കാല്, പൂയം, ആയില്യം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അഞ്ചം, കേട്ട നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഈ അധ്യായത്തിൽ പറയുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ തിങ്കളാഴ്ച ദിവസം 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ വന്നു ചേരുന്ന പ്രധാനപ്പെട്ട അനുഭവങ്ങൾ മാത്രം പറയാം. വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയമാകും.
അതുകൊണ്ട് പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അവർക്ക് അവരുടെ ജന്മത്തിൽ സൂര്യൻ നിൽക്കുന്നൊരു സമയമാണ്. മേടൻ രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ മേടക്കൂറുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നു ചേരുക എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ മേടക്കൂറുകാരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ ജ്യോതിഷം ഇങ്ങനെയും പറയുന്നുണ്ട്, സൂര്യൻ ജന്മത്തിൽ നിന്നാൽ ചിലരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങളൊന്നും വന്നു ചേരണമെന്നില്ല എന്നും പറയുന്നുണ്ട്. അതൊക്കെ ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചാണ് അങ്ങനെയൊക്കെ പറയുക എന്നുള്ളതും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഈ വീഡിയോ കേൾക്കുന്ന പലർക്കും അവരുടെ ഗ്രഹനിലയിൽ വ്യത്യസ്ത ഭാവങ്ങളിലായിരിക്കും സൂര്യൻ ജനിച്ച സമയത്ത് നിൽക്കുക. അപ്പോൾ ജനിച്ച സമയത്ത് മേടൻ രാശിയിൽ തന്നെയാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ അവർക്ക് ഈ മേടമാസം വളരെ അനുകൂലമായ ഒരു മാസമായിരിക്കും. ദൈവാധീനം കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ നേട്ടങ്ങളായി അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു മാസമായിരിക്കും മേടമാസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് മേടമാസം 10 തീയതിക്ക് സൂര്യൻ ഉച്ചത്തിലാകുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ അവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ മക്കളെ കൊണ്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ കാര്യവിജയം ഉണ്ടാകും, ബുദ്ധിപരമായിട്ടുള്ള വിജയം ഉണ്ടാകും. അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ മേടക്കൂറുകാർക്ക് വന്നു ചേരുന്നൊരു സമയമാണിപ്പോൾ എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതിയൊന്നും വലിയ മെച്ചമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരുന്ന ദിവസമല്ല തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും തരക്കേടില്ലാതെ പോകുന്ന ഒരു സാഹചര്യം ഇവർക്കുണ്ടാകുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത്. ദാമ്പത്യ ജീവിതം സംബന്ധിച്ച് ഇവർക്ക് വലിയ തരക്കേടില്ലാതെ പോകുന്നൊരു സമയമാണെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുണ്ട്. ഇണക്കത്തിനും പിണക്കത്തിനും ഒക്കെ ഉള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് വ്യക്തിപരമായ നേട്ടം ഉണ്ടെങ്കിൽ പോലും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. പിതാവിനോട് ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ധനഹാനി, നേത്രരോഗം, പുത്രദുഃഖം അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. തിങ്കളാഴ്ച ദിവസം വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി വലിയ ദോഷമായിട്ടൊന്നും വന്നു ചേരുകയില്ല. സാധാരണ ഒരു തൊഴിൽപരമായിട്ടുള്ള സ്ഥിതിയായിട്ട് അങ്ങ് പോകും. പക്ഷെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണെന്നുള്ളതാണ് അറിഞ്ഞുകൊള്ളുക. ധനഹാനി, ധനനഷ്ടമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. വീട്, വസ്തു, വാഹനം, ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നവരൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണെന്നുള്ളതും ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. ദാമ്പത്യ ജീവിതം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും അവർക്ക് ഉണ്ടാകണമെന്നില്ല. പക്ഷെങ്കിൽ അവർക്ക് പിതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം, ശത്രുത, അതുപോലെ തന്നെ പുത്രദുഃഖം, ധനഹാനി എന്നിവയാണ് പ്രധാനമായിട്ടും വന്നു ചേരാൻ സാധ്യതയുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും വലിയ നേട്ടം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും എടുത്തു പറഞ്ഞു തരുന്നു. തൊഴിലിടങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നൊരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മേലധികാരികളിൽ നിന്നുള്ള നല്ല അനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ്. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ചുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും തിങ്കളാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത്. ദാമ്പത്യ ജീവിതം സംബന്ധിച്ചുള്ള പ്രതിസന്ധികളോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പലർക്കും തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും തിങ്കളാഴ്ച ദിവസം ഏതൊരു കാര്യത്തിലും അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള സ്ഥിതിയൊന്നും അവർക്ക് ദോഷമായിട്ട് വന്നു ചേരാത്തൊരു സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി അവർക്ക് മെയ് മാസം 14 തീയതി വരെ പ്രതിസന്ധി ഉണ്ടാകും. എന്നാൽ ദൈവാധീനം കൊണ്ട് തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധിയൊക്കെ മാറിപ്പോകാനും സാധ്യതയുള്ളൊരു സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച്
വളരെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖം, ദാമ്പത്യ ജീവിത വിജയം, ഭാര്യാസുഖം, ഭർതൃസുഖം, ഉന്നതരാൽ ബഹുമാനിക്കപ്പെടുക, അതുപോലെ തന്നെ നല്ല ഗുണാനുഭവങ്ങൾ പിതാവിൽ നിന്നുണ്ടാകുക, മേലധികാരികളിൽ നിന്നുണ്ടാകുക, തൊഴിലിടങ്ങളിൽ നിന്നുണ്ടാകുക, തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുക, കുടുംബസുഖം, ധനപരമായ നേട്ടം, അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളിലും നേട്ടം അനുഭവിക്കാൻ പറ്റുന്നൊരു സമയമാണ് കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിങ്കളാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുന്നൊരു സാഹചര്യമാണെന്നുള്ളത് കർക്കിടകക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. അവർക്ക് രോഗമോ ശത്രുതയോ കടബാധകളായുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും വന്നു ചേരാതെ എല്ലാ കാര്യത്തിലും ഒരു നീക്കുപോക്കുണ്ടായി സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ചു പോകാൻ കഴിയുന്ന ഒരു സമയമാണിപ്പോൾ എന്നുള്ളത് കർക്കിടകക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാർ സത്യസന്ധതയോടുകൂടി ഏതൊരു കാര്യത്തിലും ഇടപെടുകയും ദൈവവിശ്വാസത്താൽ ഏതൊരു പ്രവൃത്തിയും ചെയ്ത് വിജയിക്കാനുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ബന്ധുജന ഭാഗ്യം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ചിലരൊക്കെ പിതാവിനോട് ഇഷ്ടക്കേട് കാണിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത്. ഏതൊരു കാര്യത്തിലും ധൈര്യത്തോടു കൂടി ഇടപെടുവാനും അറിവ് അവരെ സഹായിക്കുകയും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അങ്ങനെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അനുകൂലമായ ജീവിതാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. രോഗം, ശത്രുത, കടബാധ്യതകളുള്ള പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും അലട്ടാതെ തിങ്കളാഴ്ച ദിവസം അവർക്ക് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ കൊടുക്കുന്നൊരു ദിവസമാണെന്നുള്ളത് ചിങ്ങക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് അതിയായി വിശ്വസിക്കുന്നവരിൽ നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പന് മക്കളിൽ നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടാകാം, അമ്മയ്ക്ക് മക്കളിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകാം. അങ്ങനെ അതിയായി വിശ്വസിക്കുന്നവരിൽ നിന്നും അതിയായി സ്നേഹിക്കുന്നവരിൽ നിന്നൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ മക്കളെ സംബന്ധിച്ച് മാതാപിതാക്കളിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകാം. അങ്ങനെ തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതാണ് തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രഫലമായിട്ട് കന്നിക്കൂറുകാരോട് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വിഷയം, അറിവുള്ളവരെ ബഹുമാനിക്കുകയും അറിവുള്ളവരെ പോലെ പെരുമാറുകയും ഒക്കെ ചെയ്താൽ പോലും ചിലപ്പോൾ മറ്റുള്ളവരുടെ നിന്ദയും പരിഹാസവും അല്ലെങ്കിൽ അവരിൽ നിന്ന് തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. വിദേശത്തൊക്കെ പോകാൻ അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷെങ്കിൽ വിദേശത്തൊക്കെ പോയാലും രക്ഷപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു ജോലിയോ സാഹചര്യങ്ങൾ അവിടെ അനുകൂലമായി ലഭിക്കണമെന്നില്ല. കഷ്ടതയും പ്രയാസങ്ങളൊക്കെ ആയിരിക്കും ചെന്നാൽ ഉണ്ടാകുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളും ബുദ്ധിപരമായ പരാജയങ്ങളൊക്കെ തിങ്കളാഴ്ച ദിവസം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് കന്നിക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഭാര്യാഭർത്തൃ സുഖഹാനി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ദാമ്പത്യ ജീവിതം അത്ര മെച്ചമാകണമെന്നില്ല. മനോദുഃഖം, മാനഹാനിയൊക്കെ ചിലരിൽ വന്നു ചേരുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അനാവശ്യമായിട്ടുള്ള ധനച്ചെലവ്, അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേനയുള്ള മോശമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അങ്ങനെ മാനക്കേടും ധനനഷ്ടവും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഭാര്യാഭർത്തൃ സുഖഹാനി സംഭവിക്കും. അതുപോലെ തന്നെ ദേഷ്യം, കോപം എന്നിവയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ള. ഇപ്പോൾ തിങ്കളാഴ്ച ദിവസം ഇപ്പറഞ്ഞ അനുഭവങ്ങളിൽ കൂടി തുലാക്കൂറുകാർ കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാലാഞ്ചയം, കേട്ട നാളുകാരെ സംബന്ധിച്ച് ധനധാന്യ സമൃദ്ധി അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകത. ബന്ധുക്കളുമായിട്ടുള്ള സ്നേഹം പങ്കുവയ്ക്കുകയും ബന്ധുക്കളോട് നല്ല രീതിയിൽ പെരുമാറുകയും അവരുടെ സ്നേഹം കൊണ്ട് ഇവർ സംതൃപ്തി അടയുകയും ചെയ്യുന്നൊരു ദിവസമായിരിക്കും തിങ്കളാഴ്ച ദിവസം എന്നുള്ളതാണ്. നല്ല ആരോഗ്യമുള്ളൊരു ദിവസമായിരിക്കും. ശത്രുക്കളെ ജയിക്കുവാൻ സാധിക്കുന്ന ദിവസമാണ്. സൽപ്രവർത്തികളൊക്കെ ചെയ്ത് ജീവിതത്തിൽ പുണ്യം നേടുവാൻ പ്രയത്നിക്കുന്നൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വൃശ്ചികക്കൂറുകാരായിട്ടുള്ള യുവാക്കന്മാർ വിവാഹ ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിവാഹത്തിന് പറ്റിയൊരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വിവാഹമൊക്കെ ആലോചിച്ചാൽ നടക്കുന്നൊരു സമയമാണെന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു. വിവാഹം നടക്കാനും വിവാഹം ആലോചിക്കുവാനും വിവാഹബന്ധത്തിലേക്ക് കടക്കുവാനും ഒക്കെ അനുകൂലമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളത് വൃശ്ചികക്കൂറുകാർ മനസ്സിലാക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അത്ര വലിയ അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല. ബുദ്ധിശക്തി കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നൊരു ദിവസമാണ്. ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണെങ്കിലും ധനത്തിൻ്റെ സ്ഥിതി മെച്ചമാകണമെന്നില്ല. ബന്ധുക്കളുടെ സഹകരണം കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല. ആരോഗ്യം മെച്ചമാകണമെന്നില്ല. കൃത്യസമയത്തൊക്കെ ആഹാരം കഴിക്കണം ഉള്ള സാഹചര്യം ഉണ്ടാകണമെന്നില്ല. മക്കളെ കൊണ്ട്, പുത്രന്മാരെ കൊണ്ടുള്ള ദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ ദേഷ്യം വരുവാൻ സാധ്യതയുണ്ട്. എങ്കിലും കുടുംബസുഖം
സുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഒരു സാധാരണ ജീവിതമായിട്ട് കടന്നു പോകും. തൊഴിൽപരമായിട്ടുള്ള ഇവരുടെ സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി മകരക്കുറാണ്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടിൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് വീട്, വസ്തു, വാഹനം, ധനം, സ്വത്തുക്കൾ, വീട്, വസ്തു, വാഹനം, ഭൂമി, ധനം, സ്വത്തുക്കൾ എന്നിവ സംബന്ധിച്ചുള്ള പ്രശസ്തിയൊക്കെ ഉണ്ടാകുവാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ അതുവഴി ഒരു വലിയ നേട്ടമുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാകും. പക്ഷേ അതൊന്നും നേട്ടമായിട്ട് വന്നു ചേരണമെന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യം ഇവർക്ക് അല്ലെങ്കിൽ ഒരു ചിന്ത ഇവർക്കുണ്ടാകും. അതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസത്തിന്, ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസത്തിന് ചിലരിൽ, എല്ലാവരുമല്ല, ചിലരൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അകൽച്ചയ്ക്ക് ഇടയുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ചിലരിൽ കലഹം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വ്യവഹാരം, കേസൊക്കെ, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ കേസൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കേണ്ട ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അനുകൂലമായ സാഹചര്യമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പല കാര്യങ്ങളിലും നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലരൊക്കെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോൾ അതൊക്കെ പിന്നീട് പ്രതികൂലമായി വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കേണ്ട സമയമാണ്. എന്തായാലും വീട്, വസ്തു, വാഹനം, ഭൂമി, ധനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് വേണം കൈകാര്യം ചെയ്യാൻ എന്നുള്ളതാണ്. ഇപ്പോൾ അതിനുള്ള ഒരു അനുകൂലമായ സാഹചര്യമല്ല. കടബാധ്യതകളൊക്കെ എടുക്കുന്നവർക്കൊന്നും അനുകൂലമായ സമയമല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടിൻ 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് മൂത്ത സഹോദരൻ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായാൽ പോലും അവർക്ക് അനുകൂലമായൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കൂടുതൽ ആൾക്കാരും പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ. അങ്ങനെയുള്ളൊരു മനസ്സും ചിന്തയൊക്കെ അവർക്കുണ്ടാകും. നല്ല സുഹൃത്തുക്കൾ, നല്ല ഭാര്യ, നല്ല കുട്ടികൾ, നല്ല ദാമ്പത്യ ജീവിതം, അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും അവർക്ക് അനുകൂലമായി നല്ല രീതിയിൽ തിങ്കളാഴ്ച ദിവസം അവർ ജീവിക്കുമെന്നുള്ളതാണ് കുംഭക്കൂറുകാരുടെ ജീവിതാനുഭവം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് കുടുംബത്തിൽ കലഹമുണ്ടാകുവാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഭാര്യ പുത്രാദികളുമായിട്ട്, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുവാൻ സാധ്യത കുറവാണ്. അഭിപ്രായ വ്യത്യാസം കൊണ്ട് കലഹമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവർ തമ്മിൽ സ്നേഹമാണെങ്കിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ശത്രുതയും പ്രശ്നങ്ങളും ഒക്കെ അവർക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ സ്ഥിതിയൊന്നും അവർക്ക് മെച്ചമല്ല. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസവും കലഹവും പ്രശ്നങ്ങളും നീചമായ കൂട്ടുകെട്ട്, നീചമായ ബന്ധങ്ങളിലൊക്കെ ചെന്നുവിടുവാൻ സാധ്യതയുള്ള സാഹചര്യമാണ്. സൂക്ഷിക്കുക. ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊന്നും അത്ര അനുകൂലമല്ല. ധനസ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല. അപ്പോൾ ഇവർക്ക് ജീവിക്കാൻ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേങ്കിൽ ആ ജീവിത സാഹചര്യത്തിൽ കുടുംബാംഗങ്ങൾ പരസ്പരം കലഹിക്കാനും പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായിട്ട് പറഞ്ഞു തരുവാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.